ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്സായ മാഗിയുടെ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനൽ. ഈ ഒരു റെസിപ്പിയിൽ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി നമുക്ക് എങ്ങനെ ഓവനിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 ബാസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങളുടെ ആ ഒരു സൈസിനനുസരിച്ച് ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ചിട്ട് ഇത് ഒന്ന് ബ്രേക്ക് ചെയ്തിടാം. അതിൻ്റെ കൂടെ തന്നെ ആ മാഗി മസാലയുടെ 2 പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നത് എപ്പോഴും ഇതൊന്ന് മുഴുവനായും ഒന്ന് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ചേർക്കുന്നത്. അത് നിങ്ങൾ എത്രയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്യുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല മാഗി കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഗ്ലാസ് ബൗളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബൗൾ മൈക്രോ സേഫ് ആയിട്ടുള്ള ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ലിഡ് അധികം ടൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് രണ്ടുണ്ട് പ്രയോജനം. കാരണം ഇത് പുറത്തേക്കൊന്നും തെറിക്കത്തില്ല, അതുപോലെ തന്നെ വേഗം കുക്കാവുന്നതുമായിരിക്കും. ഞാൻ മൈക്രോ മോഡിൽ ടൈം 7 minutes ആണ് വയ്ക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതുപോലെ സമയം നിങ്ങൾ കൂട്ടി വയ്ക്കണം. അല്ല എങ്കിൽ ഇത് റെഡിയായതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടി വയ്ക്കാവുന്നതാണ്. എനിക്ക് 7 minutes കറക്റ്റ് ആയിരുന്നു. ഇത് 7 minute കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ മാഗി റെഡി ആയിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാൽ മാഗി ഒന്നും ഇതിൻ്റെ ഈ നൂഡിൽസ് ഒന്നും തന്നെ കുഴഞ്ഞു പോയിട്ടുമില്ല. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരിക്കലും ഫെയിലാവാത്ത മൈക്രോവേവ് ഓവൻ കുക്കിംഗ് മെത്തേഡാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തുകയും വേണം. അപ്പോൾ മാത്രമേ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.